ആക്ടിവിറ്റി 1 പാർട്ട് ബി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാർട്ട് ബി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നറേറ്ററിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ ഓരോ പോയിന്റ്സ് ഉണ്ട്. ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പറയുക, പിന്നെ ക്യാരക്ടറിൻ്റെ സവിശേഷതകൾ പറയുക, പിന്നെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പറയുക, എങ്ങനെയാണ് ഡെവലപ്പായി വരുന്നത് എന്നുള്ളത്, പിന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം അഭിപ്രായം പറയുക, ഒപ്പീനിയൻ. ദെൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി ഹാഫ് എ ഡേ ഇസ് എ യങ് ബോയ് ഹു ഈസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ലിറ്റിൽ ബോയ്, യങ് ബോയ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പയ്യൻ. അവനെ ആദ്യമായിട്ട് അവൻ്റെ അച്ഛൻ സ്കൂളിലേക്ക് കൊണ്ടുപോവാണ്. ദ സ്റ്റോറി ഷോസ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹിസ് ലൈഫ്. സ്റ്റോറി കാണിക്കുന്നത് അവൻ്റെ ലൈഫിലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഘട്ടങ്ങളെയാണ്. തുടക്കം ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങുന്നു ആൻഡ് വാർദ്ധക്യത്തിൽ അവസാനിക്കുന്നു. അതാണ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് എന്ന് കാണിച്ചിരിക്കുന്നത്. ത്രൂ എ സിംബോളിക് സ്കൂൾ ഡേ. ആൻഡ് ഇവിടെ സിമ്പിളാക്കി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്കൂൾ ഡേനെയാണ്. എന്ന് വെച്ചാൽ സ്കൂളിലേക്ക് കയറുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എന്തായിരിക്കുന്നു, ഒരു ജീവിതം ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരാളുടെ ഒരു ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിലെ ഒരു ദിവസമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ഹിസ് ജേർണി ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് കം വിത്ത് ടൈം. നമ്മുടെ യങ് ബോയുടെ അല്ലെങ്കിൽ നമ്മുടെ നറേറ്ററിൻ്റെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ യാത്ര തന്നെയാണ്. ആൻഡ് ഓൾസോ ഓരോ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലം പോകുന്ന അനുസരിച്ചിട്ട് വരുന്ന മാറ്റങ്ങളെയും ഇത് നല്ലപോലെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആണ്. എന്ന് വെച്ചാൽ സ്വഭാവത്തിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ദ നറേറ്റർ ഇസ് ആൻ ഇന്നസെന്റ് ആൻഡ് ക്യൂരിയസ് ചൈൽഡ് അറ്റ് ദ ബിഗിനിങ്. അറ്റ് ദ ബിഗിനിങ് എന്ന് വെച്ചാൽ തുടക്കത്തിൽ നറേറ്റർ എങ്ങനെയാണ്, ഭയങ്കര നിഷ്കളങ്കനും അതേപോലെ ഒരു ആകാംക്ഷയും നിറഞ്ഞൊരു കുട്ടിയാണ്. ഹീ ഫീൽസ് അഫ്രെയ്ഡ് ആൻഡ് അൺഷ്യൂർ അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് നറേറ്ററിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഹി വാസ് നോട്ട് ഫീലിംഗ് സേഫ്. എന്തോ ഒരു കൈൻഡ് ഓഫ് പേടി ഉണ്ടായിരുന്നു. അഫ്രെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി, ആൻഡ് ഒരു ഉറപ്പില്ലായ്മയുണ്ട്. അൺഷ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പില്ലായ്മ. ഹീ ഈസ് വെരി ഇമോഷണൽ ആൻഡ് ട്രൈസ് ടു ഹോൾഡ് ഓൺ ടു ഹിസ് ഫാദർ ഫോർ കംഫർട്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു നറേറ്ററിനെയാണ് നമുക്ക് തുടക്കത്തിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്, കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസത്തിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ കൈകളിലാണ് ബോയ് പിടിക്കുന്നത്, നറേറ്റർ പിടിക്കുന്നത്. ഹീ ഈസ് ഓൾസോ ഒബ്സർവൻറ്റ്, നോട്ടീസിങ് ദ ഗാർഡൻസ്, പീപ്പിൾ ആൻഡ് ബിൽഡിങ്സ് അറൗണ്ട് ഹിം. നമുക്ക് മനസ്സിലാവുന്നത് നറേറ്റർ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചുറ്റിനുള്ള ഗാർഡൻസ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ബിൽഡിങ്സ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആസ് ദ സ്റ്റോറി ഗോസ് ഓൺ, സ്റ്റോറി ഇങ്ങനെ പോയി പോകുന്തോറും ഹീ ഷോസ് സൈൻസ് ഓഫ് ബിക്കമിങ് കോൺഫിഡൻറ്റ്. ആദ്യമേ കോൺഫിഡൻ്റ് അല്ലാതിരുന്ന നറേറ്റർ കഥ പോകുന്തോറും കോൺഫിഡൻ്റ് ആയി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. കോൺഫിഡൻ്റ് ആയിട്ട് മാത്രമല്ല മാറുന്നത്, ഫ്രണ്ട്ലി ആകുന്നുണ്ട്, തോട്ട്ഫുൾ ആകുന്നുണ്ട്. തോട്ട്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാനുള്ളൊരു കാര്യപ്രാപ്തി വരത്തില്ലേ. ഇനി ഈ ക്യാരക്ടർ എങ്ങനെയാണ് കഥയിൽ ഡെവലപ്പായി പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ ദ നറേറ്റർ ഡസ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. നറേറ്റർക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടായില്ല. ഹി ഫീൽസ് ഇറ്റ് ഇസ് എ പണിഷ്മെൻറ്റ് ആൻഡ് ഇസ് സ്കെയർഡ്. സ്കൂളിൽ പോകുന്നത് എന്തോ ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് നറേറ്റർ തുടക്കത്തിൽ കരുതുന്നത്. മാത്രമല്ല പേടി. സ്കെയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി എന്ന് പറയുന്ന അർത്ഥമാണ് കേട്ടോ. ബട്ട് സ്ലോലി, പയ്യെ പയ്യെ, ഹി മേക്സ് ഫ്രണ്ട്സ്, ലേൺസ് ന്യൂ തിങ്സ്. പയ്യെ പയ്യെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റാർട്ട്സ് എൻജോയിങ് സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും തുടങ്ങുന്നു. ഓവർ ടൈം എന്ന് വെച്ചാൽ കാലം പോയി പോകവേ, ഹി റിയലൈസസ് ദാറ്റ് സ്കൂൾ ഇസ് ജസ്റ്റ് ലൈക്ക് ലൈഫ്. പിന്നീടാണ് മനസ്സിലാവുന്നത് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് നമ്മുടെ ലൈഫ് തന്നെയാണ്. ലൈഫ് എന്താണ്? ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു മിക്സ്ചറാണ്, എല്ലാം ഉണ്ടാവും അല്ലേ. ഇറ്റ് ഹാസ് ജോയ്, ലേണിംഗ്, പെയിൻ ആൻഡ് ഗ്രോത്ത്. സന്തോഷവും ദുഃഖവും വളർച്ചയും പറയുന്ന പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ലൈഫ്. ഇത് തന്നെയല്ലേ സ്കൂളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബൈ ദ എൻഡ് ഹി ബിക്കംസ് ആൻ ഓൾഡ് മാൻ. കഥ അവസാനിക്കുമ്പോൾ നമ്മുടെ നറേറ്റർക്ക് വയസ്സാവുന്നുണ്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ലൈഫ് ഹാസ് പാസ്ഡ് ക്വിക്ക്ലി. മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ലൈഫ് എത്ര പെട്ടെന്നാണ് പോയത്. ജസ്റ്റ് ലൈക്ക് ഹാഫ് എ ഡേ ഇൻ സ്കൂളിൽ ഒരു ഹാഫ് എ ഡേ പോയതുപോലെ ലൈഫ് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു എന്നുള്ളൊരു റിയലൈസേഷൻ ലാസ്റ്റ് ആ ക്യാരക്ടറിന് ഉണ്ടാവുന്നുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്. അതാണ് മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്പേസ് ലീവ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ദ നറേറ്റർ ഇസ് എ റിലേറ്റബിൾ ക്യാരക്ടർ. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നറേറ്റർ ഒരു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്.
മെനി സ്റ്റുഡൻസ് ഫീൽ നെർവസ് ആൻഡ് ഇമോഷണൽ വെൻ സ്റ്റാർട്ടിങ് സ്കൂൾ. സ്കൂള് തുടങ്ങുമ്പം പലരുടെയും ഇമോഷനാണ് എന്ത്? ടെൻഷൻ അടിക്കുക. നെർവസ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കുക. അതേപോലെ വൈകാരികമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഇത്രയും നാൾ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഇമോഷണൽ ആവത്തില്ലേ? സോ ഇത് മിക്കവരുടെയും ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. ബട്ട് ലൈക്ക് ദ നറേറ്റർ വി ഓൾസോ ലേൺ ആൻഡ് ഗ്രോ ത്രൂ അവർ എക്സ്പീരിയൻസസ്. ഇവിടെ നറേറ്റർ പഠിക്കുകയും അതേപോലെ വളരുകയും ചെയ്യുന്നത് പോലെ നമ്മളും എന്താ ചെയ്യുന്നത്? ലൈഫിൽ പല എക്സ്പീരിയൻസിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും അതിലൂടെ വളരുകയും ചെയ്യുന്നുണ്ട്. ഹിസ് ജേർണി ഫ്രം ഫിയർ ടു അണ്ടർസ്റ്റാൻഡിങ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ചേഞ്ച്, ലേണിംഗ് ആൻഡ് അക്സെപ്റ്റിംഗ് ലൈഫ്. തുടക്കത്തിലെ പേടി പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്? അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മാറുന്നുണ്ട്. ഇത് ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു ചേഞ്ച് ലൈഫിൽ ഉണ്ടാകും. ലൈഫിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ലൈഫ് എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും പറയുന്ന പോലെ അറിവ് നേടുന്നതും ദുഃഖം നേരിടുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് എല്ലാം ഉണ്ടാകും. സോ ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മുടെ നറേറ്റർ ലാസ്റ്റ് എത്തിപ്പെടുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ചേഞ്ച്, ലേണിംഗ് ആൻഡ് അക്സെപ്റ്റിംഗ് ലൈഫ് അല്ലേ? ലൈഫിന് അതേപോലെ അങ്ങോട്ട് അംഗീകരിക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ ഈ ആൻസർ കൺക്ലൂഡ് ചെയ്യാണ്. ദ നറേറ്റർ ഇൻ ഹാഫ് എ ഡേ ഗോസ് ത്രൂ എ ഫുൾ ലൈഫ് ജേർണി ഇൻ ജസ്റ്റ് വൺ ഡേ. ഒരൊറ്റ ദിവസത്തിലെ ലൈഫ് അല്ല കാണിച്ചു തന്നിരിക്കുന്നത്. ഒറ്റ ദിവസമേ ഉള്ളൂവെങ്കിൽ പോലും ഒരു നറേറ്ററിൻ്റെ ഫുൾ ലൈഫാണ് നമുക്ക് ഈ കഥയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഹീ ചേഞ്ചസ് ഫ്രം എ സ്കെയർഡ് ബോയ് ടു എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ദ വേൾഡ്. തുടക്കത്തിൽ പേടിച്ച് നിന്നിരുന്ന ചെക്കൻ അവസാനം സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പം ഈ ലോകത്തിനെ മനസ്സിലാക്കിയിട്ടാണ് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത്. His story teaches us about growing up, facing changes and understanding the meaning of life. നറേറ്ററിൻ്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? വളർച്ചയെ കുറിച്ചിട്ടും, ഗ്രോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വളർച്ചയെ കുറിച്ചിട്ടും, നമുക്ക് വരുന്ന മാറ്റങ്ങളെ നേരിടുന്നതിനെ കുറിച്ചിട്ടും, അതേപോലെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനെ കുറിച്ചിട്ടുമാണ് ഈ സ്റ്റോറി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഗ്രോയിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച, ഫേസിങ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മാറ്റങ്ങൾ നേരിടുക, നേരിടുക. മീനിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അർത്ഥം. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക മീൻസ് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം അടുത്ത ആക്ടിവിറ്റിയുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.